കുട്ടികളിലൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കഥാപാത്രമാണ് സൂപ്പർമാൻ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർമാനിൽ ഭയങ്കര സൂപ്പർ പവർ ഉണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ചിയാ സീഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്ത് സ്റ്റേപ്പിൾ ഫുഡായിട്ട് കണ്ടിരുന്ന സാധനമാണ് ചിയാ സീഡ്. മെക്സിക്കോയിൽ ഉണ്ടായിരുന്ന ഒരു മെക്സിക്കോയിലുള്ള പ്ലാന്റിന്റെ വിത്താണ് ചിയാ സീഡ്. മെയിനായിട്ട് ഒറിജിൻ ആണ് കേട്ടോ മെക്സിക്കോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ചിയാ സീഡ്സിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ ചിയാ സീഡ് എന്തുകൊണ്ടാണ് ഒരു സൂപ്പർ ഫുഡ് എന്ന് പറയാൻ കാരണം? ഇതിന്റെ പ്രധാന റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ആവശ്യമുള്ള അമിനോ ആസിഡ്സ് ഉണ്ട്, എന്നാൽ ബോഡിക്ക് സിന്തസിസ് ചെയ്യാൻ പറ്റാത്ത, ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത അമിനോ ആസിഡ്സ് ഉണ്ട്. 9 അമിനോ ആസിഡ്സ് ഉണ്ട്. ഈ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ചിയാ സീഡ്. ചിയാ സീഡിൽ ഈ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ടെന്ന് പറയാം. ഇനി മറ്റൊരു കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒട്ടുമിക്ക ഫുഡിൽ ഫൈബേഴ്സ് ഉണ്ട്. പിന്നെ എന്താ പറയുക, കലോറി വാല്യൂസ് നോക്കാറുണ്ട്, നമ്മൾ കഴിക്കുന്ന സമയത്ത് പ്രോട്ടീൻ നോക്കാറുണ്ട്, അത് മിനറൽസ് നോക്കാറുണ്ട്. എന്നാൽ ഈ ചിയാ സീഡിന്റെ കേസിൽ നോക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫൈബർ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, മിനറൽസ് ലൈക്ക് കാൽഷ്യം, സിങ്ക്, കോപ്പർ, ഫോസ്ഫറസ്, അതുപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ്സും ഉണ്ട്. മനസ്സിലാക്കാം, നമ്മൾ എപ്പോഴും ഫുഡ് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ omega-3 ഫാറ്റി ആസിഡ്സ് നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും കൺസ്യൂം ചെയ്യാറ് ഫിഷാണ്. അപ്പം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് പ്ലാന്റ് സോഴ്സിൽ നിന്നാണ് omega-3 ഫാറ്റി ആസിഡ്സ് കിട്ടുക എന്നുള്ളത്. അല്ലെങ്കിൽ ചിയാ സീഡ്സിൽ 60% ഓഫ് omega-3 ഫാറ്റി ആസിഡ്സ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പം എന്താണ് ഈ omega-3 ഫാറ്റി ആസിഡ്സിനോടുള്ള ഗുണം? ഈ omega-3 ഫാറ്റി ആസിഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ കൊണ്ട് ഒരു ഡ്രോബാക്കും ഉണ്ട്. എന്ന് വെച്ചാൽ ഓവർ കൺസ്യൂമിങ് ഓഫ് ചിയാ സീഡ്സ് നമ്മളെ ബ്ലഡിനെ തിന്നിങ് ആക്കാൻ കാരണമാക്കും. അത് കാരണം നമുക്ക് ബ്ലീഡിങ് ടെൻഡൻസി കൂടും. അതുകൊണ്ട് തന്നെ ഹാർട്ട് ഡിസീസോ അങ്ങനത്തെ എന്തെങ്കിലും അസുഖമുള്ളവർ, ഓൾറെഡി അല്ലെങ്കിൽ ഒരു പ്രാവശ്യം സ്ട്രോക്ക് വന്നവർ, ഇങ്ങനെയുള്ളവരൊക്കെ പലപ്പോഴും ബ്ലഡ് തിന്നിങ് മെഡിസിൻസ് കഴിക്കുന്നവരായിരിക്കും അല്ലേ. അപ്പം അങ്ങനെയുള്ളവർ എപ്പോഴും ഒരു ഡോക്ടറിന്റെ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രമേ ചിയാ സീഡ്സ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നോർമൽ എത്രയാണ് ഒരാൾ ചിയാ സീഡ് കഴിക്കേണ്ടത്? യൂഷ്വലി നമ്മൾ ഒരു ഓൺസ് എന്ന് വെച്ചാൽ 28 ഗ്രാം അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ആണ് ഒരാൾക്ക് ഒരു പെർ ഡേ കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ചിയാ സീഡ്. ഇനി ഈ 2 ടേബിൾ സ്പൂൺ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 140 കലോറിയാണ്. 140 കലോറി. ആൻഡ് ദ പ്രോട്ടീൻ സോഴ്സ് നോക്കുകയാണെങ്കിൽ അറൌണ്ട് 4 ഗ്രാംസ്. വേറസ് ഫൈബർ ആണെങ്കിൽ 11 ഗ്രാം ഓഫ് ഫൈബേഴ്സ് ഉണ്ട്. എന്നാൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആയിട്ട് 7 ഗ്രാമും, പിന്നെ റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസിൽ കാൽഷ്യം ഉണ്ട്. നമുക്ക് ഒരാളുടെ ഡെയിലി യൂസേജിന് ആവശ്യമുള്ള കാൽഷ്യം ആണ് റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ്. ഓക്കെ, അതിൻ്റെ 18% കാൽഷ്യവും ചിയാ സീഡിന് അവൈലബിൾ ആണ്. ഇങ്ങനെ തന്നെ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കുക, നമുക്ക് ഒരാൾക്ക് എപ്പോഴും നമ്മൾ പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം വയറുറക്കുക എന്നുള്ളതാണ് കോൺസ്റ്റിപ്പേഷൻ ഒരു ബെസ്റ്റ് പ്രതിവിധിയാണ് ചിയാ സീഡ് കൺസ്യൂം ചെയ്യുന്നത്. എന്നാൽ ഓവർ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാലോ അത് കോൺസ്റ്റിപ്പേഷന് കാരണമാകും. കൂടുതൽ ഫൈബേഴ്സ് കോൺസ്റ്റിപ്പേഷന് കാരണമാവും, എന്നാൽ മോഡറേറ്റ് ഫോമിലുള്ള ഫൈബർ ആകുമ്പോൾ അത് കോൺസ്റ്റിപ്പേഷന് ക്ലിയർ ചെയ്യുകയും ചെയ്യും. ഇനി എങ്ങനെയാണ് ചിയാ സീഡിന്റെ വർക്കിംഗ് എന്നത് മനസ്സിലാക്കുക. ഈ ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ, ഈ ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷന് റിവേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ചിയാ സീഡ് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. മാക്സിമം അവേഴ്സ് സോക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് സോക്ക് ചെയ്തതാണ് കുറച്ചും കൂടി ബെനിഫിറ്റ്. അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള ദോഷഫലങ്ങളുണ്ട്. 2014 ഒരു കേസ് റിപ്പോർട്ട് ചെയ്തതായിട്ടുണ്ട് കേട്ടോ. ചിയാ സീഡ് കഴിച്ചതിന് ശേഷം നമ്മൾ വെള്ളം കുടിച്ചു കഴിയുമ്പോൾ, ചിയാ സീഡ് സോക്ക് ചെയ്യാതെ കഴിക്കുകയാണ്, എന്നിട്ട് വെള്ളം കുടിക്കുന്നത്, ഇത് വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളത് കാരണം ഈസോഫാഗസ് എന്ന് വെച്ചാൽ നമ്മളെ ഭക്ഷണം അന്നനാളത്തിൽ ഈസോഫാഗൽ പാർട്ടിൽ ഒരു എന്താ പറയുക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ട് ഒരു ഡെത്ത് കോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് സോക്ക് ചെയ്തിട്ട് തന്നെ വേണം കൺസ്യൂം ചെയ്യാൻ. അപ്പോൾ സോക്ക് ചെയ്യുന്ന സമയത്ത് ഈ ചിയാ സീഡിലുള്ള മൂസിലേജ് എന്നൊരു സംഭവം, ഒരു ഫൈബർ കോട്ട്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഈ ജെലാറ്റിൻ പോലെയുള്ളൊരു അപ്പിയറൻസ് കാണാം അല്ലേ, ഒരു ജെല്ല് പോലെ, ഈ ജെൽ പോലെയുള്ള അപ്പിയറൻസ് കാരണം ഈ മ്യൂസിലേജ് ആണ്. അതൊരു ഫൈബർ കണ്ടന്റ് ആണ്. അത് കാരണമാണ് നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷനുള്ള പ്രതിവിധിയായിട്ട് മാറുന്നത്. ഇനി നെക്സ്റ്റ്, ചിയാ സീഡ്സ് നമ്മുടെ ബോഡിയിലുള്ള കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ബാഡ് കൊളസ്ട്രോളും ഗുഡ് കൊളസ്ട്രോളും ഉണ്ട്. അപ്പോൾ ബാഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ പ്രക്രിയനെ സ്ലോ ആക്കും. ഇതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഈ ഡൈജഷൻ സ്ലോ ആവുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള പെട്ടെന്നുണ്ടാകുന്ന ഷുഗർ നമ്മൾ അല്ലെങ്കിൽ ഡൈജഷൻ ഫാസ്റ്റ് ആവുന്ന സമയത്താണ് നമുക്ക് പെട്ടെന്ന് ഷുഗർ പീക്ക് കൂടുന്നത്. അപ്പോൾ ഈ സ്ലോ ആക്കുന്നത് കൊണ്ട് തന്നെ ഷുഗർ സ്പൈക്സ് എന്താവും, കുറയും. ഇത് കാരണം
ടോട്ടലി നമുക്ക് എന്തായിരിക്കും ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിയാ സീഡ് ഇൻക്ലൂഡ് ആയത് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ടൊരു ഫുൾനെസ് ഫീൽ ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ നമുക്ക് വിശപ്പ് ഒത്തിരി നേരത്തെ അല്ലെങ്കിൽ ഈസി സറ്റൈറ്റി എന്ന് പറയും, വിശപ്പ് കുറച്ച് നിറഞ്ഞ പെട്ടെന്ന് വയറ് നിറഞ്ഞൊരു ഫീൽ ആയിരിക്കും. ഇതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈസി സറ്റൈറ്റി കാരണം നമുക്ക് ഒരുപാട് സമയത്തേക്ക് ഭക്ഷണത്തോട് പിന്നെ വേണ്ടി വരില്ല. അപ്പം നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൂക്കോസ് മെറ്റബോളിസം ആ ബോഡി തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ലോസിന് കാരണമാകും. ഇങ്ങനെ ചിയാ സീഡിനുള്ള ബെനിഫിറ്റ് ഒത്തിരിയാണ്. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിയാ സീഡ് ഞാൻ പറഞ്ഞു നേരത്തെ ഫൈബർ കണ്ടന്റ്, കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉള്ളത്. പക്ഷേ മനസ്സിലാക്കുക, ഓവർ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് എന്താണോ ഗുണം ചെയ്തത് അതിൻ്റെ ഒക്കെ സൈഡ് എഫക്റ്റ് ആയിട്ട് മറ്റൊരു ഭാഗത്ത് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് 2 ടേബിൾ സ്പൂണിൽ മാക്സിമം കവർ ചെയ്ത് നിർത്തണം, അതിൻ്റെ കൂടുതൽ പോവരുത്. ഇനി എന്തൊക്കെ നമുക്ക് ചിയാ സീഡിലോണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളത്. ചിയാ സീഡിൽ മെയിനായിട്ട് ഏറ്റവും ഫുൾനെസ് ഫീൽ ചെയ്യുന്ന ഒരു സാധനം ചിയാ പുഡിംഗ് ആണ്. എന്ന് വെച്ചാൽ ചിയാ സീഡ് സോക്ക് ചെയ്ത് വെച്ചത് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും മിൽക്കും ഒക്കെ ആഡ് ചെയ്തിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി പലർക്കും കൺഫ്യൂസ് ആവുന്ന മറ്റൊരു സാധനം, ചിയാ സീഡ് പോലെ തന്നെയുള്ള മറ്റൊരു സാധനമാണ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന കസ്കസ് അല്ലെങ്കിൽ ബേസിൽ സീഡ്സ് അല്ലെങ്കിൽ സബ്ജ. ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ചിയാ സീഡിനും അതുപോലെ തന്നെ കസ്കസിനും തമ്മിൽ യുണീക്ക് പ്രോപ്പർട്ടീസ് ഉണ്ട്. രണ്ടുപേർക്കും ഒരുപോലെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, കലോറി, ഫൈബേഴ്സ് എല്ലാം ഉണ്ട്. പക്ഷെ യുണീക്ക് പ്രോപ്പർട്ടീസ് വെച്ച് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ കസ്കസിനാണ് കൂടുതൽ ഡീഹൈഡ്രേഷൻ തടയാനുള്ള കഴിവ്. എന്നാൽ ഒമേഗ-3 ഫാറ്റി ആസിഡ്സിന്റെ കണ്ടന്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അല്ലെങ്കിൽ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി കൂടുതലുള്ളത് ചിയാ സീഡിനാണ്. അത് കാരണം നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേഷൻസും കാര്യങ്ങളൊക്കെ തടയാനുള്ള കഴിവ് ചിയാ സീഡിനാണ്. ഇത് രണ്ടുമാണ് ഇവരെ തമ്മിലുള്ള യുണീക്ക് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ മോർ ഓഫ് വെയിറ്റ് ലോസും കാര്യങ്ങളൊക്കെയാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ കൺസ്യൂം ചെയ്യേണ്ടത് ചിയാ സീഡാണ്. എന്നാൽ ഒത്തിരി ഡീഹൈഡ്രേഷൻ, ക്ഷീണവും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്ന ഒരാളാണെങ്കിൽ അവർ കൺസ്യൂം ചെയ്യുന്നത് കസ്കസ് ആണ്. ഇനി കസ്കസ് ചിയാ സീഡും കൺസ്യൂം ചെയ്യുമ്പോൾ രണ്ടിനും അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൺസ്യൂം ചെയ്യുക. വാരിക്കോരി 3 നേരവും 4 നേരവും ഉള്ള ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക.